cycle. Oh, cycle from Calicut. Today is 397. പുള്ളിക്കാരത്തിൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് പോലെ കാണുന്നുണ്ട്. ആ ക്യാമറയിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ എൻ്റെ കയ്യിലേക്ക് കൊണ്ടു തന്നത്. ഞാൻ മുടി വെട്ടാൻ പോവാണ്. ഇവിടെ മുടി വെട്ടണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം. ഡോക്ടറെ അടുത്തൊക്കെ പോകുന്ന ഒരു ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മുടി വെട്ടി തരുള്ളൂ. നമ്മളിത് ബസ് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാ പോകേണ്ടത്? ഇത് നോക്ക്, അടിപൊളി സൈക്കിള്, ഒറിജിനൽ സൈക്കിളാണ്. ഇത് ഓടിക്കുന്ന ആൾ ഇവിടെ ഉണ്ട്. പുള്ളിയുടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ സൈക്കിൾ മാത്രം എടുക്കാം. ഐ ആം റിയലി ക്യൂരിയസ്. ഐ വാണ്ട് ടു നോ വേർ ഇറ്റ് ഈസ്. ഓ നോ, ഐ കാൻറ്റ് ബിലീവ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വാർസോയിലാണ്, പോളണ്ടിലെ വാർസോയിൽ. ഇത് നമ്മുടെ ആഷിഖ് ഭായി ആണ്. പുള്ളിയുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. 5 ദിവസത്തെ എൻ്റെ താമസം പുള്ളിയുടെ ഫ്ലാറ്റിലാണ്. അപ്പോൾ നല്ല അടിപൊളി സാമ്പാറും ചോറും. പുള്ളി നല്ല കുക്ക് കൂടാണ് കേട്ടോ. പ്രൊഫഷണൽ കുക്കല്ല, പക്ഷെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അങ്ങനെ നല്ല അടിപൊളി സാമ്പാറും ചോറൊക്കെ കഴിച്ചു. നമ്മളിതാ പുറത്തേക്ക് പോവാണ്. ഞാൻ മുടി വെട്ടാൻ പോവാണ്. ഇവിടെ മുടി വെട്ടണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം. ഡോക്ടറെ അടുത്തൊക്കെ പോകുന്ന ഒരു ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മുടി വെട്ടി തരുള്ളൂ. അപ്പം പോയിട്ട് മുടി വെട്ടണം. 1-2 മീറ്റിങ്ങുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒന്ന് മൊഞ്ചാവട്ടെ, എന്നിട്ട് നമുക്ക് ആ മീറ്റിങ്ങൊക്കെ അറ്റൻഡ് ചെയ്യണ്ടേ, ആളുകളെയൊക്കെ വീഴ്ത്തണ്ടേ. അപ്പോൾ ശരി, നമ്മൾ ബസ് കയറിയിട്ട് ആദ്യം ബാർബർ ഷോപ്പ് പോവും. അവിടുന്ന് എങ്ങോട്ടാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ഫുള്ളായിട്ട് കണ്ടോളൂ. വാർസോയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, നമ്മുടെ റൂമിൻ്റെ താഴെ ഇങ്ങനെ ഒരു മാർക്കറ്റ് കാണുന്നുണ്ട്. എല്ലാ ദിവസവും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഞാൻ വിചാരിച്ച ആഴ്ചയിൽ ഒരു ദിവസമാണെന്ന്. എല്ലാ ദിവസവും ഉണ്ടാവും. തണുപ്പിനുള്ള ഡ്രസ്സൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കും വാങ്ങണം തണുപ്പിൻ്റെ എന്തെങ്കിലും ഡ്രസ്സ്, അല്ലാതെ തണുപ്പത്ത് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. എവിടെയാണ് ബസ് സ്റ്റോപ്പ്? ഇവിടെ അങ്ങോട്ട് പോയാൽ അതാ ബസ് സ്റ്റോപ്പ് എത്തി. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഈ ഒരു ഏരിയൻ്റെ അറിയില്ലേ? നമ്മളിത് ബസ് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്? ടിക്കറ്റ് ടിക്കറ്റ് വരാന്. എന്നിട്ട് ആ ടിക്കറ്റ് ഇതിൽ കൊണ്ട് പഞ്ച് ചെയ്യണം. അത് വേണ്ട, പിന്നെ ഇതിനാ പഞ്ചിങ്. ഇതാണ് ടിക്കറ്റ്. 4.4 സ്ലോട്ടി അല്ലേ? 4.4 സ്ലോട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം 90 രൂപ. ഇത് എത്ര മിനിറ്റ് യൂസ് ചെയ്യാം? 75 മിനിറ്റ്. 75 മിനിറ്റ് ഈ ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് ഏത് വഴിക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം. 75 മിനിറ്റാണ് വാലിഡിറ്റി. അത് കഴിഞ്ഞാൽ പുതിയ ടിക്കറ്റ് എടുക്കണം. ഞാനിപ്പോൾ പോളണ്ടിലാണുള്ളത്, വാർസോയിലാണുള്ളത്. ഞാനിവിടെ എത്തിയ അതേ സമയത്ത് ഒരു VVIP ഇവിടെ എത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ യൂസഫ് അലി സാറാണ്. യൂസഫ് അലി സാർ ഇവിടെ ഇന്നലെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹോട്ടൽ ബെല്ലറ്റോ 10:30 10:45 ആകുമ്പോൾ സാർ എത്തും. ഞാനിപ്പോൾ 10 o'clock ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. You have any visa issues? Yeah, I have UK visa. So he has a surgery visa. What's your mission? World Peace, Seriously, he did wonderful. cycle
Combi cycle Oh. from Calicut. Cycle from Calicut. Today is 397. very happy. Where the bicycle? Oh, ഞാനിതാ സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു കാഴ്ച കണ്ടു. ഇതാണ് ആ കാഴ്ച. ഇത് നോക്ക്, അടിപൊളി സൈക്കിള്, ഒറിജിനൽ സൈക്കിളാണ്. ഇത് ഓടിക്കുന്ന ആൾ ഇവിടെ ഉണ്ട്. പുള്ളിയുടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ സൈക്കിള് മാത്രം എടുക്കാം. ഇത് സൂപ്പർ സൈക്കിളാണല്ലോ, ഒറിജിനൽ. ആൾ ഇത് അവിടെ ഉണ്ട്. അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷെ പുള്ളിയുടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ സൈക്കിൾ എടുക്കട്ടെ വെച്ചപ്പോൾ അത് ഓക്കെ എന്ന് പറഞ്ഞു. ടച്ച് അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പോളണ്ടിലാണ്. പോളണ്ടിലെ വാർസോയിലെ ഓൾഡ് ടൗണിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ സൺഡേ ആണ് വന്നത്. സൺഡേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ക്രൗഡായിരിക്കും. അടിപൊളി വൈബാണ് ഇവിടെ. സാധാരണ ഞാൻ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ സൺഡേ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അധികം ആളുകളെ കാണില്ല, തിരക്ക് കുറവായിരിക്കും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ എല്ലാവരും സൺഡേ ഭയങ്കര ക്രൗഡുണ്ട് ഇവിടെ. നോക്ക്, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇനിയും ആളുകൾ ഇങ്ങനെ കൂടെ ഉള്ളൂ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ്, ഇവിടെ ഡാൻസ്, ഒരു ഗ്രൂപ്പായിട്ട് ഇവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടെ മാജിക് ഉണ്ട്, ഒരുപാട് പാട്ട് പാടുന്നുണ്ട്. യെസ്, അങ്ങനെ നല്ല അടിപൊളി ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു സമയമാണ് ഈ സൺഡേ. അപ്പോൾ എല്ലാവരും പോളണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓൾഡ് ടൗൺ കാണാൻ വേണ്ടി സൺഡേ വന്നോളൂ, അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ്, ഫ്രൈഡേ നൈറ്റ്. അടിപൊളിയായിരിക്കും. ഇവിടെ ഞാൻ കുറച്ച് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹായ്, യു ഫ്രം From Warsaw. Warsaw. This is Moonlight Crew. Moonlight Crew. Okay. Yeah. How many members in your group? 10. 10? Yeah, 10 members. Yeah. What's your name? My name is Barty. Bati. Yeah. Inku. Julka. Lisa. Like Julia. Yeah. She's not a member. Inori. Hi, Honjun. And I'm not from. Your name? My name is Valeria. Okay. You're? I'm Daniel. Daniel. Nice to meet you all. ഇവരിവിടെ മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ, ഇവരുടെ ഒരു പാഷനാണ് ഡാൻസ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഫുൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ചുമ്മാ അവരുടെ ഒരു പാഷൻ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒന്ന് അവരെയൊക്കെ പരിചയപ്പെട്ടു. ഇതാണ് അവരുടെ ഫുൾ ടീം ക്രൂ. What is this? Tú tại tác Okay. India, biết là India, Falunda India. പുള്ളിക്കാരത്തി എനിക്കൊരു പേപ്പർ കൊണ്ടു തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ പേര് വേറെന്തോന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് യോഗ പോലെ ഉണ്ട്. ഞാൻ ചോദിച്ചത് യോഗ ആണോ? അപ്പൊ പറഞ്ഞു ഇത് യോഗ അല്ല, വേറത്തെ സംഭവമാണ്. എന്താന്ന് മനസ്സിലാവുന്നില്ല. ചൈനക്കാർ ഇംഗ്ലീഷ് പറയുമ്പോൾ അത് മനസ്സിലാക്കണേ കുറച്ച് പാടാണ്. ഇവിടെ നിലത്ത് വരെ എന്തൊക്കെയോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഒക്കെ ചൈനീസ് ഭാഷയിലാണ്. ഇത് ആർക്കാ വായിച്ചാൽ മനസ്സിലാവുക? യെസ്, ഇവിടെ ഇംഗ്ലീഷിലുണ്ട് കേട്ടോ.
And the evil Chinese Communist Party. ഇത് കണ്ടിട്ട് യോഗൻ്റെ ഇതുപോലെ തന്നെ ഉണ്ട്, ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെ തോന്നുന്നുണ്ട്. ഏതാ ബൈക്കോ? ഇലക്ട്രിക് ബൈക്കാണ് പറക്കുന്നത്. നല്ല ഇവിടെ ഒരു പുള്ളി തീ കൊണ്ട് എന്തൊക്കെയോ കളികൾ കളിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ മാതിരിയല്ല. നമ്മുടെ നാട്ടിലൊക്കെ തീ കൊണ്ട് കളിക്കുമ്പോൾ മേല് കൂടെയൊക്കെ തീയിട്ട് വീഴുന്നതാണ്. ഇത് നല്ല സേഫ്റ്റി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പുള്ളി മണ്ണെണ്ണ വായിൽ വെച്ചിട്ട് തീ കൊണ്ട് ഇതാക്കുന്നതാണ്. കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊക്കക്കോളാണ്. വായ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, കുടിക്കാനല്ല. കൊക്കക്കോള ഉപയോഗിച്ചിട്ട് വായ കഴുകി. നല്ലൊരു ഇതാണല്ലോ, കൊക്കക്കോളക്കെതിരെയുള്ള ഒരു മെസ്സേജ് ആണല്ലോ അത്. Dziękuję. Kochani, to była dopiero rozgrzewka, tutaj podobało wam się? A chcielibyście teraz zobaczyć coś niebezpiecznego? Nawet jeżeli stanie... മൈ ഗോഡ്, ഒരു ബലൂൺ ഫുള്ള് ഇറക്കിട്ടോ ആള്. ഇതെവിടെ പോയത് പഠിച്ചാലേ? ബലൂണ് നീളത്തിലുള്ള ഒരു 1.5 മീറ്ററുള്ള ബലൂണ് ഫുള്ള്. I balonik zniknął. Dziękuję za klaski. നോക്ക്. Kochani, teraz jesteś gotowy do plucia ogniem. Sprawdzimy tylko, jak bardzo wieje wiatr i pokażę wam, co z tym ogniem potrafię zrobić. Tak, jeśli zastanawiacie, bo jak ściągnę swoim żołądku, zacznie państwo... ആള് ബലൂണ് പിടിയിട്ടത് ഓടുന്ന. Także za chwilę pokażę wam wielką chmurę ognia, następnie sustain fire, എന്ത് മനുഷ്യനാ? parę małych chmurek, na sam koniec വെയിറ്റ് ചെയ്ത് എളുപ്പം വരും കേട്ടോ. chmurkę. Jestem jedną z 4 najlepszych chmurek na świecie. ഒരു ബലൂണ് മൊത്തം മിണുങ്ങിയിട്ടാണ് ഈ കളി കളിക്കുന്നത് കേട്ടോ. ഇനി ബലൂൺ ഉള്ളൊന്ന് പൊട്ടിച്ച് കളഞ്ഞോ എന്താന്നറിയില്ല. ബലൂണ് പുറത്തേക്ക് എടുക്കുക. Dziękuję za oglądanie, Pani to pokaz oprócz ogniem! Uwaga, uwaga, to jest bardzo śmieszne. Olej, pracujemy, jeżeli tu sobie tłumaczyć. Dziękuję. Bardzo ślisko. Actually, where is that balloon? A stay inside my stomach. It's gonna explode. I'm really curious. I want to know where it is. Stay inside. Oh no, I can't believe. Maybe you broke inside. No. It's gonna explode in like 5-10 minutes and then I'm gonna shoot it out tomorrow. Or the day after. No tricks. ഇവിടെ ഒരു കുതിരൻ എല്ലാരും തലോടി കുത്തിരിക്കുന്നുണ്ടല്ലോ, എന്താ സംഭവം? Ja się pierwszy raz aż bałem na tym. Mieszkała taki ryżek amerykański. ഇവിടെ ഇത് കണ്ടോ, സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ്. സെൽഫി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ലൈറ്റൊക്കെ കത്തിച്ച് തരും. അപ്പോൾ നമുക്ക് നമ്മുടെ സെൽഫി വീഡിയോ എടുക്കാം. സെൽഫി ഫോട്ടോസും എടുക്കാം, ആണെങ്കിൽ സെൽഫി വീഡിയോസാണ് മെയിനായിട്ട്. ഇതാ
ഇവിടെ ഒരു സംഭവം കണ്ടിട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. പുള്ളിക്കാരത്തിൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് പോലെയും കാണുന്നുണ്ട്. ആ ക്യാമറയിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ എൻ്റെ കയ്യിലേക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. ഇത് ഞാനാണ് കേട്ടോ. അടിപൊളി. ഞാൻ ആകെ ഷോക്കായിരിക്കുകയാണ് ഞാനെങ്ങനെ ഇതിൽ വന്നു എന്നുള്ളതിൽ. ഒന്നുമില്ല, ചുമ്മാ എടുക്കും, പൈസയൊന്നുമില്ല, ഫ്രീ ആണ്. നമുക്കിത് കൊടുക്കണേ കൊടുക്കാം. ഹായ്, യുവർ നെയിം, യു നോ ഇംഗ്ലീഷ്? Little. I'm coming from India by bicycle. Thanks a lot for this. It's free. How much you charging? It's Price on specific on just donation. just donation. Yes. Okay. It's nice. You have any Instagram account or something? Yes, Instagram this. Old Press. Yeah. What kind of camera is this? Normal camera or something? Secret. Okay, I'll tag you in your Instagram. നമ്മളിപ്പോൾ ഓൾഡ് ടൗണിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടില്ലൻ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ലൈറ്റിങ്, കറക്റ്റ് ടൈമാണ് ഇപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ കറക്റ്റ് ടൈം. ഇവിടെ ഒരു ചേർച്ച് കാണുന്നുണ്ട്. ഇതൊരു ചേർച്ചാണ്. ഇവിടെ എഴുതി വെച്ച കാര്യങ്ങളൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, കാരണം അവരുടെ ലാംഗ്വേജിലാണ്, പോളിഷിലാണ് എഴുതി വെച്ചത്. ഇതാണ് ഓൾഡ് ടൗൺ. ഒരുപാട് നടക്കാനുണ്ട്, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കുറേ ദൂരം ഓൾഡ് ടൗണിലൂടെ നടക്കണം. ഇവിടുത്തെ ആളുകളൊക്കെ തണുപ്പായതുകൊണ്ട് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. എനിക്ക് ജാക്കറ്റ് ഇല്ല, അതുകൊണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സോവനിയർ വാങ്ങണം. എല്ലാ രാജ്യത്തു നിന്നും ഞാൻ സോവനിയർ വാങ്ങാറുണ്ട്. അത്യാവശ്യം വലിയ ഓൾഡ് ടൗൺ ആണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഈ ഒരു സെൻറ്ററിലുണ്ട്. റെസ്റ്റോറൻറ്റ് കം ബാർ. ഞാൻ കുറേ ഓൾഡ് ടൗൺ കണ്ടിട്ടുണ്ട്, പക്ഷേ പോളണ്ടിലത്തെ അടിപൊളി കേട്ടോ. ഇതെന്താന്ന് മനസ്സിലായോ? നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കുഴൽക്കിണറില്ലേ, കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കുന്ന, എന്താ പറയാ, ഞാൻ കാണിച്ചു തരാം. സോറി, ഭയങ്കരമായിട്ട് വരുന്നുണ്ടുള്ളത്. അവിടെ ഒരു കുറച്ച് 2 കപ്പിൾസ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് വളരെ ഫാസ്റ്റാണല്ലോ. ഇത് വലുതായിട്ടാണ് തോന്നുന്നത്. ഒരു ചെറിയ ഒന്ന് ജസ്റ്റ് പൊക്കുമ്പോഴേക്ക് വരുന്നുണ്ട്. സാധാരണ കുറേ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് വരിക. ഓൾഡ് ടൗണിൽ അതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഇതുപോലൊരു സംഭവമുണ്ട്. ഇതൊരു കോട്ട പോലെ ഉണ്ട്, കണ്ടോ? ഇഷ്ടിക വെച്ചിട്ടുണ്ടാക്കിയൊരു കോട്ട. ഒരുപാട് ഇഷ്ടികകൾ വെച്ചിട്ട് ഭയങ്കര വീതിയിൽ ഉള്ളൊരു കോട്ടയാണ്.